കലിയടങ്ങാതെ RSS വിദ്യാർത്ഥി സമരത്തിനെതിരെ വീണ്ടും RSS മുഖപത്രം. സമരത്തിനെ പിന്തുണച്ചവരെ പേരെടുത്ത് ആക്ഷേപിച്ച് ഓർഗനൈസർ. ജോൺ ബ്രിട്ടാസ് MP, അരുന്ധതി റോയ് അടക്കമുള്ളവരെ പരാമർശിച്ച് RSS മുഖപത്രം. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഓർഗനൈസർ വീണ്ടും ഈ സമരത്തിനെതിരെ പിന്തുണച്ചവരെ പേരെടുത്ത് ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ്. ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവരുടെ പേരെടുത്താണ് ഇപ്പോൾ ഓർഗനൈസർ ഇത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. അവന്തിക, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുന്നിൽ മോദി സർക്കാരിന്റെ മുട്ടുമടക്കേണ്ടി വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ RSS മുഖപത്രം ഓർഗനൈസർ ഇടത് നേതാക്കളെ അടക്കം ആക്ഷേപിക്കുന്ന തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. നേരത്തെ RSS മുഖപത്രത്തിൽ ഈ സമരത്തിൽ സജീവമായി ഉണ്ടായിരുന്ന ഇടത് വിദ്യാർത്ഥി സംഘടന SFI നേതാക്കളായിട്ടുള്ള അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശൻ സജി, അതോടൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി ഒയ്ഷി ഘോഷ് എന്നിവർ ചൈനയുടെ ഗിഫ്റ്റുകൾ വാങ്ങിയാണ് ഈ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചത് എന്നതടക്കമുള്ള വലിയ ആക്ഷേപങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് CPIM രാജ്യസഭാ അംഗമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് MP, അതോടൊപ്പം തന്നെ പ്രശസ്ത എഴുത്തുകാരിയായിട്ടുള്ള അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ളവരെ രാജ്യവിരുദ്ധ ശക്തികളായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇപ്പോൾ ഓർഗനൈസറുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ഈ ഓർഗനൈസറുടെ ലേഖനത്തിൽ നേതാക്കളുടെയൊക്കെ പേര് എടുത്തു പറഞ്ഞു തന്നെയാണ് ഇവരൊക്കെ രാജ്യവിരുദ്ധ ശക്തികൾ എന്ന് ഓർഗനൈസർ അധിക്ഷേപിക്കുന്നത്. CPIM രാജ്യസഭാ അംഗമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് MP, അതോടൊപ്പം തന്നെ എഴുത്തുകാരി അരുന്ധതി റോയ്, ആം ആദ്മി MP ആയിട്ടുള്ള സഞ്ജയ് സിംഗ്, തൃണമൂൽ കോൺഗ്രസ് MP ആയിട്ടുള്ള മഹുവ മൊയ്ത്ര, ഇത്തരത്തിൽ RSSനും BJPക്കുമെതിരെ വലിയ വിമർശനങ്ങൾ ദേശീയ തലത്തിൽ ഉയർത്തുന്ന ഈ നേതാക്കളൊക്കെ തന്നെ രാജ്യവിരുദ്ധ ശക്തികളായി ചിത്രീകരിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ ഓർഗനൈസറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഇത്തരത്തിൽ BJPക്കെതിരെ അതിനിശ്ചിത വിമർശനം ഉയർത്തുന്ന നേതാക്കളെയൊക്കെ തന്നെ രാജ്യവിരുദ്ധ ശക്തികളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന RSS മുഖപത്രം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഒരക്ഷരം പോലും, ഒരു വിമർശനം പോലും ഉന്നയിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ ലേഖനത്തിലുടനീളം കോൺഗ്രസിനെ കൃത്യമായി തന്നെ ഒരു തരത്തിലും വിമർശനം ഉന്നയിക്കാൻ RSSന്റെ മുഖപത്രം ഇതുവരെ തയ്യാറായിട്ടില്ല. അവന്തിക. ശരി, വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ നൽകിയത്.